And the first number 6,478. 6,478. നമുക്ക് ഏതിലേക്ക് റൗണ്ട് ചെയ്യണം? 6,000ലേക്ക് ചെയ്യണോ 7,000ലേക്ക് ചെയ്യണോ? ഏതിനോട് അടുത്ത് കിടക്കുന്നേ? അത് നോക്കാൻ മിസ് എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. All of you listen. നമ്മൾ നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ചെയ്യുന്ന സമയത്ത് നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ചെയ്യുന്ന സമയത്ത് 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കാം. ഓക്കെ, 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്കാം. 100ന്റെ പ്ലേസില് 5നേക്കാളും താഴെ വരുന്ന നമ്പർ ആണെന്ന് വിചാരിക്കാം. ബിലോ 5 വരുന്ന ഡിജിറ്റ്സ് ആണെങ്കിൽ റൗണ്ടഡ് ഡൗൺ ചെയ്യണം. നിയറസ്റ്റ് 1000ലേക്ക് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോ 100ന്റെ പ്ലേസിൽ ബിലോ 5 ആണ് വരുന്നതെങ്കിൽ റൗണ്ടഡ് ഡൗൺ ചെയ്യാം. എന്ത് ചെയ്യണം? റൗണ്ടഡ് ഡൗൺ. ഓക്കെ, ഇവിടെ ഏതാ വരുന്നേ? 100ന്റെ പ്ലേസിൽ 4 അല്ലേ വരുന്നേ. അപ്പൊ നമ്മൾ റൗണ്ട് ഡൗൺ ചെയ്തു. റൗണ്ടഡ് ഡൗൺ ടു 6,000. 6,000ന്റെയും 7,000ന്റെയും ഇടയിലായിട്ടല്ലേ 6,478 വരുന്നേ. അപ്പൊ ഒന്നുകിൽ നമ്മൾ 6,000ലേക്ക് റൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ 7,000ലേക്ക് റൗണ്ട് ചെയ്യണം. ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് 100ന്റെ പ്ലേസില് 5നേക്കാളും താഴെ വരുന്ന ഡിജിറ്റ്സ് ആണെങ്കിൽ, അതായത് 0, 1, 2, 3, 4 ഈ ഡിജിറ്റ്സ് ആണെങ്കിൽ തൊട്ട് മുന്നത്തെ നമ്പറുമായിട്ട് റൗണ്ട് ചെയ്യാം. അതായത് 6,000ലേക്ക് നമ്മൾ റൗണ്ട് ഡൗൺ ചെയ്തു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആൻസർ റൗണ്ടഡ് ഡൗൺ ടു 6,000. ഇനി നെക്സ്റ്റ് വൺ 3,890. 3,890. ഇവിടെ 100ന്റെ പ്ലേസിൽ ഏതാ വരുന്നേ? 8 അല്ലേ? 5നേക്കാളും വലുതല്ലേ വരുന്നേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൗണ്ട് അപ്പ് ചെയ്യണം. 100ന്റെ പ്ലേസിൽ 5, 6, 7, 8, 9 ഈ 5 ഡിജിറ്റ്സ് വന്നാല് റൗണ്ട് അപ്പ് ചെയ്യാം. ഏതുമായിട്ട്? തൊട്ട് മുകളിലുള്ള 1000 ആയിട്ട്. ഈ 3,890 ഏതൊക്കെ നമ്പേഴ്സിനിടയിലാണ് വരുന്നത്? 3,000ന്റെയും 4,000ന്റെയും അല്ലേ? അപ്പൊ നമ്മൾ ഏത് നമ്പറിലേക്ക് റൗണ്ട് ചെയ്യും? 4,000ലേക്ക് റൗണ്ട് ചെയ്യും. സോ 3,890 is rounded up to 4,000. Next number 5,400. 5,400 എന്ന് പറയുന്നത് 5,000ന്റെയും 6,000ന്റെയും ഇടയിൽ വരുന്ന നമ്പർ ആണ് അല്ലേ? ഇവിടെ 100ന്റെ പ്ലേസിൽ ഏതാ ഡിജിറ്റ് വരുന്നേ? 4. 4 is less than 5. So we have to round down. 100ന്റെ പ്ലേസിൽ 5നേക്കാളും താഴെ വരുന്ന ഡിജിറ്റ്സ് ആണെങ്കിൽ റൗണ്ട് ഡൗൺ ചെയ്യാം. 5ഓ അതിൽ കൂടുതലോ വരുന്ന ഡിജിറ്റ്സ് ആണെങ്കിൽ റൗണ്ട് അപ്പ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ 5,400 എന്ന നമ്പർ ഏതിലേക്ക് റൗണ്ട് ചെയ്യും? റൗണ്ട് ഡൗൺ ടു 5,000. ഓക്കെ, then next 8,970. ഏതൊക്കെ 100,000ന്റെ ഇടയിലായി ഈ നമ്പർ വരുന്നത്? 8,000ന്റെയും 9,000ന്റെയും അല്ലേ? 8,000ന്റെയും 9,000ന്റെയും ഇടയിലാണ് ഈ നമ്പേഴ്സ് വരുന്നത്. അപ്പൊ നമ്മൾ ഏതിലേക്ക് റൗണ്ട് ചെയ്യും? ചെക്ക് ദി ഡിജിറ്റ് അറ്റ് ദി പ്ലേസ് ഓഫ് 100. 100ന്റെ പ്ലേസിൽ വരുന്ന ഡിജിറ്റ് ഏതാ? 9 അല്ലേ? 9 is always greater than 5. 9 എന്ന് പറയുന്നത് 5നേക്കാളും വലുതാണ്. So we have to round up. 5നേക്കാളും വലുതായതുകൊണ്ട്
നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് അപ്പ്. ഏതിലേക്ക്? തൊട്ടടുത്ത് വരുന്ന 1000, 9000. So 8970 is rounded up to 9000. മനസ്സിലായോ? എല്ലാം ശരിയായവരൊന്ന് കൈവന്നിച്ചേ. ആദിദേവ്, സൂര്യദേവ്, സെബ, സുസൈൻ, അൽന, അരുൺ, ഷെഫി, ദേവാഞ്ജന, ക്രിസ്റ്റി, കൃപ, ഷംവിൽ. ഓക്കെ. അപ്പൊ തെറ്റിയവർക്ക് മനസ്സിലായോ എവിടെ തെറ്റിയെന്ന്? ആഷനും ശരിയായി. ക്രിസ്റ്റി, സിനാനും നിഹാലും വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ. അപ്പൊ ഈ റൗണ്ട് ഓഫ് ടു ദി നമ്പേഴ്സ് ടു നിയറസ്റ്റ് 1000 ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Is there any doubt? No. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ വേണ്ടേ? വേണ്ടേ? ഹോംവർക്ക് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 74. പേജ് നമ്പർ 74, എക്സസൈസ് 1.6 C. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇന്നലെ നമ്മൾ ചെയ്തത് റൗണ്ട് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ടു നിയറസ്റ്റ് 100. ഇന്ന് അതിന്റെ തൊട്ട് താഴെയുള്ള 15 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്പേഴ്സ് ഒന്ന് നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിയേ. എളുപ്പ വഴി മിസ് ഇപ്പൊ പറഞ്ഞു. 100ന്റെ പ്ലേസിലുള്ള ഡിജിറ്റ് നോക്ക. 100ന്റെ പ്ലേസില് 0, 1, 2, 3, 4 എന്നീ ഡിജിറ്റ്സ് ആണെങ്കിൽ റൗണ്ടഡ് ഡൗൺ ചെയ്യാ. 5, 6, 7, 8, 9 എന്നീ ഡിജിറ്റ്സ് ആണെങ്കിൽ റൗണ്ടഡ് അപ്പ് ചെയ്യാ. അതിലൊക്കെ എന്താ ഡൗട്ട് ഉള്ളത്? ചെയ്യണോ? 15 ചെയ്തോ? പറ്റൂലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ.